ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയണം അങ്ങനെ നമ്മുടെ ജലജ അഡ്വക്കേറ്റിനെ കൂട്ടിയിട്ട് നന്ദുവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അബിയെ ജാമീനിൽ ഇറക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. പക്ഷേ നന്ദു പറയുന്നുണ്ട് അബിനെ ജാമീനിൽ ഇറക്കാൻ പറ്റില്ല, അവനെ ഞാൻ എന്തായാലും വിട്ടുകൊടുക്കില്ല, അവനിൽ നിന്ന് കുറച്ച് തെളിവുകൾ എനിക്ക് ശേഖരിക്കാനുണ്ട്, അമ്മയുടെ മകൻ ചെയ്യാൻ പറ്റാത്തതൊക്കെയാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജലജയാണെങ്കിൽ നന്ദുവിൻ്റെ മേക്കെട്ട് കയറുന്നുണ്ട്. അത് സഹിക്കാൻ പറ്റാതെ നന്ദു പറയുന്നുണ്ട് ഇതൊരു പോലീസ് സ്റ്റേഷനാണ്, എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട് ജലജയോട്. ആ സമയത്ത് ജലജ നീട്ട് പോകുന്നുണ്ട്. പിന്നെ ജലജ നേരിട്ട് കാണാൻ പോകുന്നത് അബീനാണ്. അബിയോട് പറയുന്നുണ്ട് എന്താടപ്പം നമ്മൾ ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അബിയോട്. ആ സമയത്ത് അബി പറയുന്നുണ്ട് അമ്മയെ നാളെ കോടതിയിൽ ഹാജരാക്കിയ പിന്നെ എന്നെ ഒരിക്കലും കോടതി വെറുതെ വിടില്ല, എന്നെ എന്തായാലും റിമൈൻഡ് ചെയ്യും, പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നേരെ ചെന്നിട്ട് നവിയോട് ഓരോന്ന് പറഞ്ഞ് അവളെ മനസ്സിൽ വിഷം കുത്തി വെച്ചാലേ എന്നെ അവളെ ഇറക്കാൻ പറ്റുള്ളൂ, അവൾ വിചാരിച്ചാൽ മാത്രമേ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് പോരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ അവളോട് ഓരോന്ന് പറഞ്ഞ് ആ കുടുംബം എങ്ങനെയും കലക്കാൻ നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ജലജ അതൊക്കെ കേട്ടിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ ജാനകി ദേവയാനിയോട് പറയുന്നത് നീ എന്ത് കണ്ടിട്ട് ആദർശിനെ വിശ്വസിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയേണ്ട ആദർശ് മോൻ എന്നോട് വന്ന് പറഞ്ഞു അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്, പക്ഷേ എനിക്കത് ബോധ്യമായതുകൊണ്ട് ഞാൻ അവനെ വിശ്വസിക്കുന്നു, ഇതിലാരും എന്നോടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.